നമുക്ക് ആ ഒരു എനർജി ലെവലോട്ടുള്ള എക്സ്പ്ലനേഷന് മുന്നേ നമുക്ക് ആ ഒരു ഫൗണ്ടേഷൻ മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് ആ ഒരു കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ളതിന് ഒരു ബേസിക് ഫൗണ്ടേഷൻ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേർക്ക് അറിയുന്നുണ്ടാവും. നമ്മളൊരു മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 2 പാർട്സ് ഉണ്ട്. വി ഹാവ് ദി കോൺഷ്യസ് മൈൻഡ്, അതേപോലെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇറ്റ്സ് മോർ ലൈക്ക് എൻ ഐസ്ബർഗ്. നമുക്ക് ആ ഐസ്ബർഗിൻ്റെ മേലുള്ള ചെറിയൊരു പാർട്ടാണ് നമ്മുടെ കോൺഷ്യസ് മൈൻഡ്, വിച്ച് ഇസ് ഓൺലി ദ 10% ഓഫ് യുവർ മൈൻഡ്സ് പൊട്ടൻഷ്യൽ. ബാക്കിയുള്ളൊരു 90% വരെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, വിച്ച് ഈസ് ബിലോ ദി ഐസ്ബർഗ്, ആ ഒരു വലിയ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കറൻ്റ്ലി ഉള്ളൊരു സ്റ്റേറ്റാണ്. നമ്മളുടെ ഇപ്പോൾ കറൻ്റ് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസും അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിങ്ക് ചെയ്യുന്ന രീതിയും കാര്യങ്ങളൊക്കെ ഒരു കോൺഷ്യസ് സ്റ്റേജിൽ നിന്ന് വരുന്നൊരു കാര്യമാണ്. ബട്ട് നിങ്ങളുടെ ആ ഒരു 90% കിടക്കുന്നത് സബ് കോൺഷ്യസ് സ്റ്റേജിലാണ്. നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു സെൽഫ് ഇമേജ്, നിങ്ങൾക്കുള്ള ബിലീഫ് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ സബ് കോൺഷ്യസ് ലെവലിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കോൺഷ്യസ്ലി ഇപ്പം നിങ്ങൾ കറൻ്റ്ലി എടുക്കുന്ന ഡിസിഷൻസ് നിങ്ങൾ വിചാരിക്കുന്നത് കോൺഷ്യസ്ലി നിങ്ങൾ എടുക്കുന്ന ഒരു സംഭവമാണ്. ബട്ട് നിങ്ങളൊരിപ്പോൾ 20 ഇയേഴ്സ് ഓൾഡായ 30 ഇയേഴ്സ് ഓൾഡായ ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ ഈ 20 ഇയേഴ്സ് കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സബ് കോൺഷ്യസിലുള്ള ആ ഒരു ഇമേജ് പ്രകാരമാണ് നിങ്ങളിപ്പോൾ കറൻ്റ്ലി ചൂസ് ചെയ്യുന്ന ഓരോ ഡിസിഷൻസ്. നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ കോൺഷ്യസ്ലി ആണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ വിചാരിക്കുന്നതും ചിന്തിക്കുന്നതും ആക്ഷൻസ് എടുക്കുന്നതാണ് നിങ്ങൾ വിചാരിക്കുക. ബട്ട് ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ഓരോ കാര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നിങ്ങൾ കോൺഷ്യസ്ലി നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചൂസ് ചെയ്യുന്നത്.